ഈ വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗം വളരെ വിശദമായ നിലക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ യോഗം കൈക്കൊണ്ട 27 തീരുമാനങ്ങളിൽ ഒന്ന് ഈ വയനാട് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായിട്ട് വേണ്ട സൗകര്യങ്ങളുടെ കുറവ് എങ്ങനെ നികത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഗവൺമെൻറ് ഇടപെടാനല്ലേ കഴിയുക. ഇപ്പോൾ കേരള, കർണാടക, തമിഴ്നാട് ഗവൺമെൻറ്റുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കമാൻഡ് കൺട്രോൾ സെൻറ്റർ ആരംഭിക്കുന്നതിന് ഇവിടെ ആയോഗത്തിൽ തീരുമാനിച്ചു. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ വാർ റൂം ആരംഭിക്കുന്നതിനുള്ള തീരുമാനം വന്നു. ഫീൽഡ് കൺട്രോൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിലക്കുള്ള തീരുമാനമുണ്ടായി. മുന്നറിയിപ്പ് സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് ആയോഗത്തിൽ തീരുമാനിച്ചു. ആനകളും വന്യജീവികളും വരുന്ന നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട്ടിൽ നിശ്ചയിക്കാൻ ആയോഗം തീരുമാനിച്ചു. അതുപോലെ സ്മാർട്ട് എലിഫൻറ്റ് ഫെൻസ് അതെങ്ങനെയാണ് നമുക്ക് പ്രായോഗികമാണോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വനത്തിലെ ആവാസ മേഖല, ബേസിക് ഇഷ്യൂ അതാണല്ലോ, വനത്തിലെ ആവാസ മേഖലയെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുക, ഇതിനാവശ്യമായ നടപടികൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു. അവിടെ ഒരു പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ വേണ്ടത് സംബന്ധിച്ച് തീരുമാനിച്ചു. ഈ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ മുഴുവൻ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ എന്നതടക്കമുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് ആ ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോഴും തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവിടെ നിന്നതിന് കാരണം ഈ ഉറപ്പുകൾ അവർ ആദ്യം കേൾക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ ഇന്ന് എടുത്ത തീരുമാനങ്ങളിൽ എത്രയെണ്ണം പുതിയതാണ്? ശ്രീ പ്രകാശൻ മാസ്റ്റർ, വയനാട് മെഡിക്കൽ കോളേജ് നവീകരിക്കണം, അവിടെ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളത് മഹാഭൂരിപക്ഷവും. അപ്പോൾ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? ശരി, മഹാഭൂരിപക്ഷം അവിടെ നിൽക്കട്ടെ, ഈ ന്യൂനപക്ഷം നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? ഈ ന്യൂനപക്ഷം തീരുമാനങ്ങൾ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? വയനാട് മെഡിക്കൽ കോളേജിന് അടിസ്ഥാന സൗകര്യ പ്രശ്നം ഇന്ന് പൊട്ടി വീണതാണോ? ഈ ആരോഗ്യ മേഖലക്കകത്ത് ഏറ്റവും വലിയ മുന്നേറ്റം വയനാട് ഉണ്ടായ ഒരു കാലം ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി കഴിയുമോ? മുന്നേറ്റമൊക്കെ പര്യാപ്തമായ രീതിയിലല്ലേ ഉണ്ടാകേണ്ടത്? ജനത്തിന് അത് പര്യാപ്തമല്ലെങ്കിൽ അതിനെ മുന്നേറ്റം എന്ന് വിളിക്കാൻ കഴിയുമോ? അതിലെന്താന്ന് വെച്ചാൽ ഇതിലെല്ലാം ഈ ക്ഷീരമുള്ളവർ അകടിഞ്ഞു പൊട്ടലും ചോര തന്നെ കാണുന്ന കുറെ ആളുകളുണ്ട്. അതാണ് പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ ചോദിച്ചല്ലോ, ഇവിടെ ഇപ്പോ പഴകുളം മന്ത്രി ഇപ്പോൾ പറഞ്ഞു മന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പ്രശ്നം നിങ്ങൾ ഇത്തരം വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ശ്രമം, ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണോ ശ്രമം? ഇത് രണ്ടാണ്. ഈ വിഷയത്തിനകത്ത് ഗവൺമെൻറ് ഇടപെട്ടില്ല, അങ്ങനെ പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് ഒരു ജില്ലയിലെ സംഭവം സംബന്ധിച്ച് അദ്ദേഹത്തിന് അധ്യക്ഷതയിൽ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് യോഗം നടക്കുന്നു. ആ യോഗത്തിൽ 27 കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്നു. തുടർന്ന് 3 മന്ത്രിമാർ ജില്ലയിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാരുമായി വെച്ചുകൊണ്ട് ചർച്ച നടത്തി തീരുമാനിക്കുന്നു പറയുന്നു. അത് ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അത് ആളുകളെ സംബന്ധിച്ച് ആവശ്യത്തിനായില്ല, ഇനിയും കുറേ കാര്യങ്ങൾ വേണം, അത് ശരി. പക്ഷെ ഗവൺമെൻറ് എത്ര മുന്തിയ പരിഗണനയാണ് ഈ വിഷയത്തിൽ കൊടുത്തത്, അതല്ലേ എൻ്റെ അർത്ഥം. ഈ വിഷയം സംബന്ധിച്ച് കേന്ദ്രം വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് നിയമസഭ ഐകണ്ഠ്യ പ്രമേയം പാസാക്കുന്നു, അത് ചെറിയ കാര്യമാണ്.